ഹലോ നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ബാങ്ക് ഓഫ് ബറോഡയുടെ വേക്കൻസിയാണ്. ബാങ്ക് ഓഫ് ബറോഡ ഗവൺമെന്റ് ബാങ്കിൽ നിങ്ങൾക്ക് ഒരു ജോലിയാണ്. ജോലി എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ, ഇത് അപ്രന്റീസ്ഷിപ്പാണ്. അപ്രന്റീസ്ഷിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കാതെ ഒരു വർഷത്തെ, തീർച്ചയായിട്ടും ഒരു വർഷത്തെയാണ്. ഇതിന് നിങ്ങൾ ജോലിയുള്ളവർ ഇതിന് അപ്ലൈ ചെയ്യല്, നിങ്ങൾ ഈ വീഡിയോ കാണുകയും ചെയ്യല്. നിങ്ങൾ ആരാണ് ഇതിനകത്ത് അപ്ലൈ ചെയ്യണത്, ഏത് കണക്കുള്ള കാൻഡിഡേറ്റ് ആയിരിക്കണം ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്നെന്നുള്ളത് പറഞ്ഞാൽ, നിങ്ങൾക്കൊരു 25 വയസ്സിന് കൂടിയാൽ നിങ്ങൾ അപ്ലൈ ചെയ്യില്ല ഇതിനകത്ത്. കാര്യം നിങ്ങളുടെ ടൈം അത് വേസ്റ്റ് ആകും. അതുകൂടാതെ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 25 വയസ്സിന് താഴെയുള്ളവരായിരിക്കണം. അതുകൂടാതെ നിങ്ങൾക്ക് ജോലിയൊന്നുമില്ല, നിങ്ങൾ ഗ്രാജുവേറ്റ് പാസ്സായിട്ട് നിൽക്കുക, നിങ്ങൾക്ക് ജോലിയൊന്നും ഇതുവരെ കിട്ടിയില്ല, പക്ഷേ നിങ്ങൾക്കൊരു എക്സ്പീരിയൻസും ഇല്ല. അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഇതിനകത്ത് അപ്ലൈ ചെയ്യണം. നിങ്ങളെങ്ങും പോട്ടെ, നിങ്ങളുടെ വീടിനടുത്ത് തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. കാര്യം 5000 വേക്കൻസിയാണ് ഇതിനകത്തുള്ളത്. 5000 വേക്കൻസി ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ വീടിനടുത്ത് തന്നെ നിങ്ങൾക്ക് ജോലി, ഈ ഒരു അപ്രന്റീസ്ഷിപ്പ് കിട്ടാൻ സാധ്യതയുണ്ട്. 15000 രൂപ നിങ്ങൾക്ക് മന്ത്ലി സ്റ്റൈഫൻഡ് കിട്ടും. അതോടുകൂടി ഒരു വർഷത്തേ ഉള്ളൂ കാലാവധി. നിങ്ങൾ വിചാരിക്കരുത് ഒരു വർഷം കഴിഞ്ഞ് അവിടെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ കണ്ടിന്യൂ ചെയ്യുക, അങ്ങനെ ഒരു കാര്യമില്ല. മെയിൻ ആയിട്ടുള്ളത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടും. അതാണ് നിങ്ങളുടെ ഒരു മെയിൻ പോയിന്റ്, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്. അതുകൂടാതെ പ്രത്യേകിച്ച് ഇതിനകത്ത് കാര്യങ്ങളൊന്നുമില്ല. അപ്പം ആ ഒരു കാര്യമാണ്. ബാങ്ക് ഓഫ് ബറോഡയുടെ വേക്കൻസിയാണ്. വീടിനടുത്ത് ഒരു ഗവൺമെന്റ് ജോലിയാണ്, ബാങ്ക് ജോലിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങളുടെ വീട് തന്നെ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ നിങ്ങൾക്ക് എങ്ങും പോകേണ്ട, വീട്ടിലിരുന്ന് നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനാണ്, അത് എഴുതാൻ പറ്റും. ഇവിടെ നിങ്ങൾ കാണുന്ന ബാങ്ക് ഓഫ് ബറോഡയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ നമുക്ക് നോക്കാം, ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെയൊക്കെ പറയുന്നുണ്ട്. കൂടുതൽ നമുക്ക് അറിയേണ്ടത് രജിസ്ട്രേഷൻ, ഓൺലൈൻ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയത് 19 മെയ്, ഈ മാസം 19-ാം തീയതി തൊട്ട് തുടങ്ങി. അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ജൂൺ 8 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് അധികം കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഡോക്യുമെന്റ്സ് ഒന്നും ചോദിക്കുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് ഒറ്റ എയിമേ കാണാവുള്ളൂ, എൻ്റെ വീടിനടുത്ത് തന്നെ 15000 രൂപ എൻ്റെ കയ്യിൽ കിട്ടും. അതുകൂടാതെ എനിക്കൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടും. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ല, നിങ്ങൾ എവിടെ ചെന്നാലും, പ്രത്യേകിച്ച് ബാങ്കിൽ നിങ്ങൾ ചെന്നാൽ നിങ്ങൾക്ക് ഒരു വർഷത്തെയെങ്കിലും എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി വരുന്ന ബാങ്കിലാണ്. ഇപ്പോൾ ഇതിന് നിങ്ങൾ പല ബാങ്കിൻ്റെയും പല നല്ല നല്ല വേക്കൻസി വരുന്നുണ്ട്. ചിലപ്പോൾ SBIയുടെ തന്നെ വരും, നമ്മുടെ ഗവൺമെൻറ് ബാങ്ക് SBIയുടെ തന്നെ വരും. അവിടെ എക്സാമോ പരീക്ഷയോ ഇല്ലാതെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് അവിടെ എക്സ്പീരിയൻസ് വേണം. ആ എക്സ്പീരിയൻസ് നിങ്ങൾക്കില്ല. നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്ത് എക്സ്പീരിയൻസ് ഉണ്ട്, ഈ ജോലി അല്ലെങ്കിൽ ബാങ്കിൻ്റെ ജോലി അല്ലെങ്കിൽ വേറെ ഏത് ജോലി ആയിക്കോട്ടെ, എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നതാണ്. നമ്മുടെ പഠിത്തം കഴിഞ്ഞാൽ, നിങ്ങളൊരു ഗ്രാജുവേറ്റ് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മെയിൻ എയിം നമുക്കൊരു എക്സ്പീരിയൻസിന് വേണ്ടി, എത്രയോ പേര് ചില ജോലികൾ ചെയ്യുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ജോലികൾ കിട്ടുവാൻ വേണ്ടിയിട്ട് ഓരോ സ്ഥലങ്ങളിൽ പോയി ഫ്രീ ആയിട്ട് വർക്ക് ചെയ്ത് കൊടുക്കുന്ന കാര്യം, അവർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണം. അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു കാര്യം, നിങ്ങൾക്ക് എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് 25 വയസ്സിൽ കുറവാണ്, നിങ്ങൾ എക്സ്പീരിയൻസ് ഇല്ല, ഗ്രാജുവേറ്റ് പാസ്സായെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് അപ്ലൈ ചെയ്യണം. ഇവിടെ അപ്രന്റീസ്ഷിപ്പ് റിക്രൂട്ട്മെന്റ് 2026 പറയുന്നുണ്ട്. ഇവിടെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഓർഗനൈസേഷൻ ബാങ്ക് ഓഫ് ബറോഡ, പോസ്റ്റ് നെയിം അപ്രന്റീസ് ആണ് ഞാൻ പറഞ്ഞു. ടോട്ടൽ വേക്കൻസി 5000 ആണ്. ആപ്ലിക്കേഷൻ ഡേറ്റ് 19 മെയ് 8 ജൂൺ വരെ. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ മോഡ് ഓൺലൈൻ ആണ്. ജോബ് ടൈപ്പ് നിങ്ങളുടെ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 20 തൊട്ട് 28 വയസ്സ് വരെയുള്ളവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ഈ 20 വയസ്സിനും 28 വയസ്സിനും ഉള്ളിലുള്ളവരാണോ എന്ന് നിങ്ങൾക്ക് ഒരു തർക്കമുണ്ടെങ്കിൽ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് ആ ഒരു കൺഫേം ആകുന്നില്ലെങ്കിൽ, നിങ്ങൾ അങ്ങനെ ഒരുപാട് പേർക്ക് ഞാൻ സഹായം ചെയ്യുന്നുണ്ട്. നിങ്ങൾ കമന്റ് ബോക്സിൽ എൻ്റെ ഏജ് എത്രയാണെന്ന് ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തരിക. ഡേറ്റ് ഓഫ് ബർത്ത് തന്നാൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ ഏജ് ഈ ആസോൺ ഡേറ്റിൽ എത്രയാണെന്ന് ഞാൻ അവിടെ കാണിച്ച്. അപ്പോൾ നിങ്ങളുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 20 തൊട്ട് 28 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നിങ്ങൾക്ക് ആ ഒരു കാൽക്കുലേഷൻ ശരിയായിട്ട് കിട്ടുന്നില്ല, നിങ്ങളുടെ അപ്ലൈ ചെയ്യണോ വേണ്ടോ എന്നുള്ള നിങ്ങൾക്ക് ഒരു സംശയം വരികയാണെങ്കിൽ, നിങ്ങളുടെ ഏജിനെ പറ്റി സംശയമാണെങ്കിൽ എനിക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഒന്നെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ
ഏജ് എന്ന് എഴുതിയിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് തരിക. അപ്പോഴത്തേക്ക് ഞാൻ നിങ്ങൾക്ക് ആ കമന്റ് ബോക്സിൽ തന്നെ നിങ്ങൾക്ക് അത് തിരിച്ച് ഞാൻ കമന്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് അങ്ങനെ ഒരുപാട് പേർക്ക് ഞാൻ സഹായം ചെയ്യുന്നു. ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ മതി, എനി ഡിസിപ്ലിൻ, അതായത് നിങ്ങൾ BA ആയിക്കോട്ടെ, BSc ആയിക്കോട്ടെ, BCom ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. സെലക്ഷൻ പ്രോസസ്സ് നിങ്ങളുടെ ഓൺലൈൻ എക്സാം, നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് തന്നെ എക്സാം എഴുതുക. അത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, പിന്നെ ലാംഗ്വേജ് ടെസ്റ്റ്. നമ്മുടെ മലയാളികളായതുകൊണ്ട് നമുക്ക് മലയാളത്തിലുള്ള ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ട്. അത് നമ്മുടെ ആ സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്യണം. 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും ഒക്കെ നമുക്ക് മലയാളം ലാംഗ്വേജ് ഉള്ളത് കൊണ്ട് അത് നമുക്ക് കാര്യമല്ല. ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്. 12 മന്ത് ഡ്യൂറേഷൻ, 12 മന്തിൻ്റെയാണ് ഇതൊരു ട്രെയിനിങ്. ഇവിടെ നോട്ടിഫിക്കേഷൻ റിലീസ് 19, ഇത് ആപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് ജൂൺ പറയുന്നുണ്ട് ഇവിടെ. അത് നിങ്ങൾ നോക്കുക. ഇവിടെ വരുമ്പോഴത്തേക്ക് ബാങ്ക് ഓഫ് ബറോഡ അപ്രന്റീസ് വേക്കൻസി നമുക്ക് ഏതൊക്കെ സ്റ്റേറ്റിലാണ്, എല്ലാ സ്റ്റേറ്റിലും ഉണ്ട്. ഇവിടെ ഓരോ സ്റ്റേറ്റും പറയുന്നുണ്ട്. നമുക്ക് കേരളത്തിലെ കാര്യം, ഇവിടെ കർണാടക കഴിയുമ്പോൾ കേരളമുണ്ട്. കേരളത്തിൽ തന്നെ നമുക്ക് 111 വേക്കൻസി ഉണ്ട്. അപ്പം 111 വേക്കൻസി ഉള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യണം. കാര്യം നിങ്ങൾ ഈ ഒരു കണ്ടീഷനിലുള്ളവരാണെങ്കിൽ, നിങ്ങൾക്ക് ജോലി ഇതുവരെ കിട്ടിയില്ല, ഗ്രാജുവേറ്റ് പാസ്സായി, നിങ്ങൾ 25 അല്ലെങ്കിൽ 28 വയസ്സിന് മുന്നേ ഉള്ളവരാണെങ്കിൽ അപ്ലൈ ചെയ്യണം. അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യനിൽ ഞാൻ അതിന് ആൻസർ നേരത്തെ തന്നു കഴിഞ്ഞ് ഞങ്ങൾ 1 വർഷം കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ ചോദിച്ചാൽ അതിന് എനിക്ക് ആൻസർ ഇല്ല. കാര്യം നിങ്ങൾ ഇഷ്ടമുള്ളവർ അപ്ലൈ ചെയ്താൽ മതി. ഞാൻ പറഞ്ഞ് ഏത് തരത്തിലുള്ളവരായിരിക്കണം, നിങ്ങൾ അങ്ങനെയുള്ള കാൻഡിഡേറ്റ് ആണ് ഇതിനകത്ത് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ 1 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ 1 വർഷത്തെ എക്സ്പീരിയൻസ്, ബാങ്കിന്റെ ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുമ്പോഴത്തേക്ക് അത് നിങ്ങൾക്ക് 10 വർഷം ജോലി ചെയ്ത് കിട്ടുന്ന ആ ഒരു തരത്തിലുള്ള ഒരു ബെനിഫിറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് കേരളത്തിൽ 111 വേക്കൻസി ഉണ്ട്. നമുക്ക് ഇവിടുന്ന് ബാക്കി എല്ലാ സ്റ്റേറ്റിലും, നിങ്ങൾ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലാണെങ്കിൽ അവിടുത്തെ നോക്കണം. ഇപ്പൊ തമിഴ്നാട് 199 ഉണ്ട്. ഒപ്പം വെസ്റ്റ് ബംഗാളിൽ 194 ഉണ്ട്. ഇവിടെ ഒരു ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞേക്കാം. ആപ്ലിക്കേഷൻ ഫീസ് SC STക്ക് 200 രൂപയാണ്, PWBDക്ക് 200 രൂപയുള്ളൂ. ജനറൽ EWS OBC മെയിൽ കാൻഡിഡേറ്റിന് 800 രൂപയാണ്. ജനറൽ EWS OBC ഫീമെയിൽ ട്രാൻസ്ജെൻഡർ കാൻഡിഡേറ്റിന് 600 രൂപയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് വരുന്നത്. OBC ഫീമെയിലിന് ജനറലിന് 800 കൊടുക്കണം, ബാക്കിയുള്ളവർക്ക് 200 വെച്ചുള്ള ആ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ള കാര്യം ഈ നോട്ടിഫിക്കേഷനിൽ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ നോക്കുക. താഴോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഈ ഒരു ഏജിനെ പറ്റി പറയുന്നുണ്ട്. നിങ്ങളുടെ ഏജ് ലിമിറ്റ് മിനിമം 20 വയസ്സായിരിക്കണം, മാക്സിമം 28 വയസ്സായിരിക്കണം. 1-ാം തീയതി 1 മേയിലാണ്, അതായത് മെയ് 1-ാം തീയതിയാണ് നിങ്ങളുടെ ഇത് കണക്കാക്കുന്നത് ഈ ഏജ്. അപ്പോൾ ഈ 1 മേയിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എനിക്ക് തന്നാൽ നിങ്ങൾക്ക് 1 മെയ് 2026 നിങ്ങൾക്ക് 20-നും 28 വയസ്സിനും ഇടയിലാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏജ് എത്രയാണെന്ന് ഞാൻ നിങ്ങളെ അത് പറയാം. ഇനി ഈ ഏജിൽ കൺസിഡറേഷൻ ഉണ്ട്. ഷെഡ്യൂൾ കാസ്റ്റിന് 5 വർഷത്തെ ഉണ്ട്, അതർ വാക്യുബൈഡ് ക്ലാസസിന് 3 വർഷത്തെ ഉണ്ട്, പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ളവർക്ക് 10 വർഷത്തെ ഉണ്ട്, PWBD OBCക്ക് 13 വർഷത്തെ ഉണ്ട്, PWBD SC STക്ക് 15 വർഷത്തെ ഉണ്ട്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞ് അത് വീണ്ടും ഞാൻ പറയുന്നില്ല. സെലക്ഷൻ പ്രോസസ് ഇവിടെ പറയുന്നുണ്ട്. ഓൺലൈൻ എക്സാം ഒബ്ജക്റ്റീവ് ടൈപ്പിലുള്ളതാണ്. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, ലോക്കൽ ലാംഗ്വേജ് പ്രൊവിഷൻസി ടെസ്റ്റ് ഓഫ് ദ സെയിം അപ്ലൈഡ്. നിങ്ങൾ പ്രൊവിഷൻസി ടെസ്റ്റാണ് പറയുന്നത്. ഇവരുടെ ഏതൊക്കെയാണെന്ന് പരീക്ഷയുടെ ഈ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇത് നോക്കിയാൽ മതി. ഞാനിതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞ് നിങ്ങളുമായിട്ട് സമയം കളയുന്നില്ല. നിങ്ങൾക്ക് ഞാൻ നോട്ടിഫിക്കേഷൻ്റെ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. നിങ്ങൾ നോട്ടിഫിക്കേഷൻ ആദ്യം നോക്കുക, അത് കഴിഞ്ഞ് അപ്ലൈ ലിങ്ക് നോക്കുക. സാലറി നിങ്ങളുടെ പറയുന്നുണ്ട്. കാൻഡിഡേറ്റ് സെലക്ടഡ് ഫോർ ദ 1 year അപ്രന്റീസ്ഷിപ്പ് വിൽ റിസീവ് എ ഫിക്സ്ഡ് മന്ത്ലി സ്റ്റൈപ്പൻഡ്. നിങ്ങൾക്ക് 15,000 ഫിക്സ്ഡ് ആണ്, അത് കുറയുകയോ കൂടുകയോ ചെയ്യത്തില്ല. ബാക്കി ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുവാനുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു കമന്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യണം. ഞാൻ ഇതിൻ്റെ ആൻസർ കമന്റ് ബോക്സിൽ തന്നെ തരുന്നതാണ്. പ്രധാനമായിട്ടും അപ്ലൈ ചെയ്യുന്നവർക്ക് വരുന്ന ഏജിൻ്റെ ആ ഒരു പ്രോബ്ലം ആയിരിക്കും. ആ ഏജ് നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് തന്നാൽ നിങ്ങൾക്ക് എത്ര ഈ ഒരു ഏജിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അങ്ങനെയൊക്കെയുള്ള കാര്യം 20 വയസ്സ് തൊട്ടാ, 18 വയസ്സ് തൊട്ടല്ല 20 വയസ്സ് തൊട്ടാണ് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. നമുക്കിനി ഇവരുടെ ലിങ്ക് ഞാൻ തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക്, നോട്ടിഫിക്കേഷന്റെ ലിങ്ക് തന്നിട്ടുണ്ട്. പേജിലേക്കാണ് വരുന്നത്. ഈ ഒരു പേജിൽ ഇവിടെ പറയുന്നുണ്ട് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് സ്കീം എന്നുണ്ട്, NATS. ഇവിടെ നിങ്ങൾ അപ്ലൈ നൗ എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്യുക, പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്യുക.
ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ നിങ്ങൾക്ക് രജിസ്റ്റർ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഈ രജിസ്റ്റർ സ്റ്റുഡൻറ്റിൽ തന്നെ നിങ്ങൾ എടുക്കണം. ഡിപ്ലോമ, ഗ്രാജുവേറ്റ്, പാസ് ഔട്ട് സ്റ്റുഡൻ്റ് എന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യണം. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ ഉണ്ട്. അപ്പം രജിസ്ട്രേഷൻ ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് അത് ഏതൊക്കെയാണെന്ന് ഇവർ 2-3 കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അത് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ഡു യു ഹാവ് എവവ് ഡേറ്റ ടു എൻറോൾ, നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ യെസ് ചെയ്യില്ലെങ്കിൽ നോ ചെയ്തിട്ട് ഇതൊക്കെ തയ്യാറാക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. പക്ഷെ നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഓർത്താണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.